നമ്മുടെ വ്യൂ ഓൾറെഡി ഇപ്പോഴും നിലവിൽ ബെയർഷ് തന്നെയാണ്. ഇതൊരു മാർക്കറ്റിൽ ഇതൊരു ന്യൂസിന്റെ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയർഷ് തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡേ ക്യാൻഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇന്നലെ ആ ഒരു മൂവ്മെന്റ് നടത്തിയതിനു ശേഷം ഇന്നത്തെ ക്യാൻഡിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു വ്യൂ തന്നിട്ടില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഇന്ന് മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് ഇന്നത് ഫുൾ ഡേയിൽ മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് 700 പോയിന്റ് മാത്രമാണ്. ഹൈ ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്, മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ്സിനെ പറ്റി പറഞ്ഞിരുന്നു, അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി നോക്കാം. അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ഇന്നലെ ഈ ഒരു സോണിൽ ഒരു ട്രേഡ്സ് എടുത്തിരുന്നു. നമ്മൾ താഴത്തേക്ക് ഈ ഒരു സോണിൽ 62,700 റേഞ്ചിൽ നമ്മളൊരു ട്രേഡ്സ് എടുത്തിരുന്നു. അത് അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റിലൊക്കെ ഓൾറെഡി നമുക്ക് നിന്നത്. പക്ഷേ 6 മണിക്ക് ന്യൂസ് ഉണ്ടായതുകൊണ്ട് തന്നെ 6 മണിക്ക് ന്യൂസ് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് അഗ്രസീവായിട്ട് ഒരു ബൈയിങ് സോൺ അല്ലെങ്കിൽ ബൈയിങ് പ്രഷർ കാണിച്ചു. നമ്മുടെ ആ ഒരു ട്രേഡ്സ് നമ്മൾ SL ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ എക്സാക്റ്റ് SL സെറ്റ് ചെയ്ത് വെക്കും. കാരണം എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്താൽ നമ്മുടെ SL മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പുഷ് ചെയ്യുമെന്നും നമ്മുടെ SL ഹിറ്റ് ആകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി SL ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഓൾറെഡി നമ്മൾ ഇന്നത്തെ ലൈവിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് കൃത്യമായിട്ട് 6 മണിക്ക് മാർക്കറ്റ് എക്സാക്റ്റ് ആയിട്ട് ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് എന്ത് ചെയ്തു, മാർക്കറ്റ് അല്ലെങ്കിൽ ബൈയിങ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. നമ്മുടെ SL ഹിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ കാണാൻ നമ്മുടെ വ്യൂ ഓൾറെഡി ഇപ്പോഴും നിലവിൽ ബെയർഷ് തന്നെയാണ്. ഇതൊരു മാർക്കറ്റിൽ ഇതൊരു ന്യൂസിന്റെ എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയർഷ് തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡേ ക്യാൻഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇന്നലെ ആ ഒരു മൂവ്മെന്റ് നടത്തിയതിനു ശേഷം ഇന്നത്തെ ക്യാൻഡിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു വ്യൂ തന്നിട്ടില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഇന്ന് മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് ഇന്നത് ഫുൾ ഡേയിൽ മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് 700 പോയിന്റ് മാത്രമാണ്. ഈ ഒരു സോണിലേക്ക് എത്തി നമ്മൾ സെൽ എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് ഡേ ടൈം ഫ്രെയിമിലെ സപ്ലൈ സോൺ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ലിക്വിഡിറ്റി സോൺ ആണ്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ഒരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പം നമുക്ക് ഓരോ ട്രേഡ്സുകൾ ഒന്നുമില്ല. നിങ്ങൾ ഈ ഒരു ബൈയിങ് പ്രഷർ കണ്ടത് ന്യൂസിന്റെ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബയേഴ്സ് ആക്റ്റീവായി എന്നുള്ള മൈൻഡിൽ ആരും ഇരിക്കേണ്ട. മാർക്കറ്റിൽ ഒരു ന്യൂസ് എഫക്ട് അത്രയും പ്രതീക്ഷിച്ചാൽ മതി. മാർക്കറ്റ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ നമ്മൾ പിന്നെ ബൈയിങ്ങിലേക്കുള്ള എൻട്രീസ് ഓൾറെഡി നോക്കുന്നതാണ്. ഇത് ഡേ ടൈം ഫ്രെയിമിലെ ഒരു ക്ലിയർ സോണാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സോണാണ്. ഈ സോൺ ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഇനി ബൈയിങ് എൻട്രിയിലേക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് നോക്കുന്നതാണ്. സ്റ്റിൽ ഇപ്പോഴും നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ നല്ല റിജക്ഷൻസ് ഓൾറെഡി മാർക്കറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ലിക്വിഡിറ്റിയാണ് നമ്മൾ ഇപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി ഫില്ല് ചെയ്യുകയും അതുകൊണ്ട് ഈ സോണിന്റെ അകത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ബെയറിഷ് വ്യൂ ഓൾറെഡി അങ്ങനെ ഒരു ബെയറിഷ് വ്യൂ വന്നു കഴിഞ്ഞാൽ ഇന്നലെ പുഷ് ചെയ്ത ഈ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. മാർക്കറ്റ് ഇന്നലെ ന്യൂസിന് പുഷ് ചെയ്ത ഈ 62,600 എന്നുള്ളൊരു സോൺ മാർക്കറ്റ് ഓൾറെഡി ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോണിലേക്കായിരിക്കും അതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഒരു സോണിലേക്കായിരിക്കും നമ്മൾ അതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നതിനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിനു ശേഷം നമുക്ക് എക്സാക്റ്റ് ഒരു കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ഒരു റിവേഴ്സൽ കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡ്സോട് നോക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ 6 മണിക്ക് ലൈവ് വരും. ആ ലൈവിൽ ആ ഒരു ടൈമിലേക്ക് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ നോക്കും. അത്യാവശ്യം ആ ഒരു പോയിന്റിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്താൽ ആ ടൈമിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഒരു ട്രേഡ്സ് എടുക്കുന്നതായിരിക്കും. സ്റ്റിൽ എന്നിട്ട് നമ്മൾ ഈ ഒരു സോൺ വരെ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ നമുക്ക് ഈ ഒരു മാസം വലിയ ട്രേഡ്സുകളൊന്നും ഓൾറെഡി കിട്ടിയിട്ടില്ല. വളരെ ചെറിയ ട്രേഡ്സ് മീൻസ് എനിക്ക് തോന്നുന്നു ഒരു 4-5 ട്രേഡ്സ് മാത്രമാണ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാസം നമ്മൾ ഓൾറെഡി നിലവിൽ ചെറിയ ലോസിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ 4-5 ട്രേഡ്സിൽ നമുക്ക് അത്യാവശ്യം 2-3 ട്രേഡ്സ് SL അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ലോസിലാണ് നിൽക്കുന്നത്. ആദ്യ പകുതി നമുക്ക് എന്തായാലും വലിയ ട്രേഡ്സുകളും ഇല്ല, ചെറിയ ലോസിലുമാണ്. ഈ മാസം 2-ാം പകുതിയിൽ നമ്മൾ അത്യാവശ്യം ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് എക്സാക്റ്റ് ഒരു വ്യൂ ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് ഒരു വ്യൂ ഇല്ല. നമ്മൾ ആ ഒരു റേഞ്ച് ബ്രേക്ക് എങ്ങനെയെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ട്രേഡ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു 15 ദിവസത്തിനകത്ത് 3-4 എൻട്രീസ് ആണ് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എല്ലാ മാസവും ഒരുപോലെ പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ട്രേഡ്സുകളും വരുമോ. നമുക്ക് ഈ ഒരു സോണാണ് നിലവിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഈ ഒരു സോൺ ടേക്ക് ചെയ്താൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു സോണിൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ട്രേഡ്സ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം മാർക്കറ്റ് ഈ ഒരു സോൺ എടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഈ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി തരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സ്റ്റിൽ എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും നാളത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഈ ട്രേഡ്സ് കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.